കർണാടകയിൽ ഈ കഴിഞ്ഞ കൊല്ലം 28 കോടി വിനോദസഞ്ചാരികളാണ് കർണാടക എന്ന സ്റ്റേറ്റിൽ വന്നിരിക്കുന്നത്. ഇതിന് മാത്രം അവിടെ എന്താണ് കാണാനുള്ളത്? കേരളത്തെ അപേക്ഷിച്ച് കർണാടകയിൽ ഒന്നും കാണാനില്ല. കേരളത്തിലെ പോലെ കടലോ കായലോ കവികൾ പറയുന്ന പോലെ പ്രകൃതി രമണീയമായോ ഒന്നും കർണാടകയിലില്ല. എന്നിട്ടും കേരളത്തിൽ നിന്ന് പോലും എല്ലാവരും കർണാടക കാണാൻ വരാറുണ്ട്. എന്തിന്? എന്താണ് അവിടെ ഉള്ളത്? ഇന്ത്യയിൽ വെച്ച് 5 ഡെസ്റ്റിനേഷൻ പോയിന്റുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊരു സ്ഥാനം പോലും കർണാടകയ്ക്കില്ല. എന്നിട്ടും ബാംഗ്ലൂർ കാണാനും മൈസൂർ കാണാനും കോടിക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. എന്നാൽ ടൂറിസത്തിൽ കേരളത്തിന്റെ പങ്ക് ചെറുതല്ല എന്ന് പറയുന്നവരോട് ഒരു കാര്യം, കേരളത്തിൽ കഴിഞ്ഞ വർഷം വെറും 1.6 കോടി വിനോദസഞ്ചാരികൾ മാത്രമാണ് എത്തിയത്. അതും ഈ പറയുന്ന കുന്നും മലയും പൂങ്കാവനവും എല്ലാം ഉണ്ടായിട്ടും കോവിഡിന് ശേഷം കേരള ടൂറിസം വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കേരളത്തിൽ ഹോട്ടലുകൾ ധാരാളം ഉണ്ടെങ്കിലും ടൂറിസ്റ്റുകളുടെ കുറവ് കാരണം താമസിക്കാൻ ആരുമില്ല. എന്തിന്? കേരളത്തിലെ എയർപോർട്ടുകൾ പലതും നഷ്ടത്തിലാണ്. കണ്ണൂർ എയർപോർട്ട് ആണെങ്കിലും കാലിക്കറ്റ് എയർപോർട്ട് ആണെങ്കിലും എല്ലാം നഷ്ടത്തിലാണ്. കർണാടകയുടെ സ്ഥിതി നേരെ മറിച്ചാണ്. ടൂറിസ്റ്റുകളെ കൊണ്ട് തട്ടിമുട്ടി നടക്കാനും കഴിയുന്നില്ല. എന്നാൽ അതിനു വേണ്ട അടിസ്ഥാന സൗകര്യം കുറവുമാണ്. അതായത് ഹോട്ടലുകളുടെ ലഭ്യത കുറവാണ് കർണാടകയിൽ. എന്ന് പറഞ്ഞാൽ വിനോദസഞ്ചാരികൾ ദിനം പ്രതി വർദ്ധിക്കുന്നതിനനുസരിച്ച് ഹോട്ടലുകളുടെ വർധനവ് കർണാടകയിൽ ഇല്ല. കൂടാതെ കർണാടകയിലുള്ള എയർപോർട്ടുകൾ എല്ലാം വലിയ ലാഭത്തിലായി. പല എയർപോർട്ടുകളും ഇപ്പോൾ അവിടെ വികസിപ്പിക്കുകയാണ്. കൂടാതെ പുതിയ എയർപോർട്ടുകൾ വരുന്നുമുണ്ട്. ഇതെല്ലാം വരുന്നതിന്റെ കാരണം എന്താണ്? വിനോദസഞ്ചാരികളുടെ വർധനവ് കൊണ്ട് തന്നെയാണ്. വിനോദസഞ്ചാരികളുടെ ഈ കുതിച്ച ചാട്ടത്തിന് ഒരു കാരണം റിവെഞ്ച് ടൂറിസം ആണെന്ന് പറയാം. എന്താണ് ഈ റിവെഞ്ച് ടൂറിസം? അതായത് കോവിഡിന് ശേഷം അതിര് കടന്ന രീതിയിലായിരുന്നു ടൂറിസം മേഖലയിലേക്കുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്ക്. ഇതിനെയാണ് റിവെഞ്ച് ടൂറിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനവര് കർണാടക തന്നെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? ഈ ഭൂപ്രദേശത്തിന്റെ ആണോ അതോ കർണാടകയുടെ കാലാവസ്ഥയാണോ? എന്നാൽ എല്ലാവർക്കും കേരളത്തിൽ പോയാൽ പോരെ? ഇതൊന്നുമല്ല അപ്പോൾ കാര്യം. ആളുകളുടെ തിരക്കേറിയ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ അവർക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അവർക്ക് അതുപോലുള്ള സ്ഥലങ്ങൾ തന്നെ വേണം. എന്ന് പറയുമ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്ന സ്ഥലങ്ങളാകും അവർ തിരഞ്ഞെടുക്കുക. അതുകൊണ്ടാണ് ഈ ബാംഗ്ലൂർ പോലുള്ള സിറ്റികൾ ആളുകളുടെ ഇഷ്ട ഡെസ്റ്റിനേഷൻ പോയിന്റുകളാകുന്നത്. ബാംഗ്ലൂരിന്റെ വികസനത്തെ കുറിച്ചല്ല, പകരം അവിടെ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യം ആണ് ആളുകൾ നോട്ടമിടുന്നത്. ബാംഗ്ലൂർ പോലുള്ള സ്ഥലത്ത് മുക്കിനും പബ്ബുകളും വൈൻ ഷോപ്പുകളും ഉണ്ട്. സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും ഏത് സമയത്തും ധൈര്യമായിട്ട് ഇറങ്ങി നടക്കാനുള്ള സെക്യൂരിറ്റിയും സ്വാതന്ത്ര്യവും അവിടെയുണ്ട്. കേരളത്തിലെ ഏത് സിറ്റിയിൽ പറ്റും ഇങ്ങനെ? ഇനി ഇറങ്ങി നടന്നാൽ തന്നെ ഈ സദാചാര പോലീസ് ഉണ്ടല്ലോ, അവരുടെ വക വിരട്ടലും ഉണ്ടാവും. ഇനി അത് സായിപ്പാണേലും മദാമി ആണേലും കേരളത്തിൽ ജീവിക്കണമെങ്കിൽ അവിടുത്തെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കണമെന്ന് പറയും. ഇത്തരത്തിലുള്ള കൺട്രോളിങ് കേരളത്തിന്റെ ടൂറിസത്തെ തന്നെ ബാധിച്ചിരിക്കുന്നത്. അതായത് ഭൂരിഭാഗം ജനത്തിനും മലയും കുന്നും പച്ചപ്പും വെള്ളവും കാണുന്നതിനേക്കാളും താല്പര്യം എന്താണ്? ഭക്ഷണവും ഷോപ്പിങ്ങുമാണ്. ഇത് രണ്ടും കർണാടകയിലുണ്ട്. ഇത് അവിടുത്തെ എക്കണോമിയിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് ഗോവ ടൂറിസവും. അവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആളുകൾ കണ്ടെത്താനുള്ള കാരണം അവിടുത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. അല്ലാതെ ബീച്ച് കാണാൻ വേണ്ടി അല്ല ഗോവയിലേക്ക് എല്ലാവരും പോകുന്നത്. ടൂറിസ്റ്റ് മേഖലയിലെ കുത്തൊഴുക്ക് കാരണം കർണാടകയിൽ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. 10 കോടി പോപ്പുലേഷനുള്ള കർണാടകയിൽ 28 കോടി ജനം ഒരു വർഷം മാത്രം വിനോദത്തിനായിട്ട് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് കർണാടകയിൽ. അത് താമസ സൗകര്യമായാലും ട്രാൻസ്പോർട്ടേഷൻ ആയാലും. കൂടാതെ മാലിന്യ കൂമ്പാരങ്ങൾ കുമിഞ്ഞു കൂടുകയും ചെയ്യുന്നുണ്ട് അവിടെ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ വേണ്ടി സർക്കാർ ആരംഭിച്ച ശക്തി പദ്ധതി കൂടി നിലവിൽ വന്നപ്പോൾ സന്ദർശകരുടെ എണ്ണത്തിൽ കാര്യമായി വർധനവുണ്ടായി. എന്നാൽ ഈ വർധനവിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് ഒരു വലിയ പ്രശ്നമാണ് കർണാടകയിൽ.
നമ്മൾ നേരത്തെ ഹോട്ടലുകളുടെ കാര്യം ലഭ്യതയെക്കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ മൈസൂർ, ഹസൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ മികച്ച രീതിയിലുള്ള ഹോട്ടലുകൾ ഉണ്ടാകാം. എന്നാൽ ഹംപി, ഹലബിഡു, അതുപോലെ തന്നെ വിജയപുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നല്ല ഹോട്ടലുകളുടെ കുറവുണ്ട്. അത് അവിടെ സന്ദർശിച്ചവർക്കറിയാം. ക്ലാസിഫൈഡ് ഹോട്ടലുകൾക്ക് സർക്കാർ വ്യവസായ പദ്ധതി നൽകിയിട്ടുണ്ട്. എന്നാൽ സാധാരണ ഹോട്ടലുകൾക്കും ഇത് ലഭിക്കണം. മാത്രമല്ല, സർക്കാർ ഭൂമി വിട്ടു നൽകിയാൽ സ്വകാര്യ പാർട്ടികൾ നല്ല രീതിയിലുള്ള ഹോട്ടലുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുകയും കർണാടകയിൽ പറ്റും. മറ്റൊരു പ്രശ്നം നിലനിൽക്കുന്നത് ഗതാഗത സൗകര്യം തന്നെയാണ്. അതായത് കർണാടക സർക്കാർ ബസ്സുകൾക്ക് എല്ലാ വിനോദസഞ്ചാരികളെയും കടത്തി വിടാനുള്ള ഒരു പരിമിതി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അതിനനുസരിച്ച് സ്വകാര്യ കമ്പനികളെ വായ്പകൾ നൽകി പ്രോത്സാഹിപ്പിക്കുന്നതും ഇല്ല. ഇത്തരത്തിലുള്ള പോരായ്മകൾ നിലനിന്നാലും കർണാടക എന്ന സംസ്ഥാനത്തിന് വരും നാളുകളിൽ ഇതിലും കൂടുതൽ വിനോദസഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകും. കേരളം ഡൊമസ്റ്റിക് ടൂറിസത്തെ പൊട്ടൻഷ്യൽ ആയിട്ട് കാണുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ ടൂറിസം വളരണമെങ്കിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. സ്വദേശികളെ പിടിച്ചു നിർത്താനുള്ള കഴിവ് കേരളം കാണിക്കുക തന്നെ വേണം. കർണാടകയെ പോലുള്ള സംസ്ഥാനത്തിന്റെ ടൂറിസ്റ്റ് മേഖലയുടെ വളർച്ച കേരളം കണ്ടു പഠിക്കുക തന്നെ വേണം.